നീ എന്താ ഇവിടെ? ഇത് ചന്തയല്ല, കോളേജ് ക്യാമ്പസാ. വഴിതെറ്റി കയറി വന്നതാണെങ്കിൽ അതാണ് ഗേറ്റ്. അതുവഴി നിനക്ക് പുറത്തേക്ക് പോവാം. എങ്ങോട്ടാ? ഓണാഘോഷത്തിന്റെ കൺവീനർ പൂക്കളൊക്കെ ആയിട്ട്. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്കെന്താ കോളേജിൽ കാര്യം? എനിക്കെന്താ കാര്യമെന്ന് നിനക്ക് പതിയെ മനസ്സിലായിക്കോളൂ. ഞാനേ രമാദേവിയുടെ മരുമകളാ. എനിക്ക് എവിടെയും പോവാം. വെറും കാഴ്ചക്കാരിയായിട്ടല്ല, ഗസ്റ്റ് ആയിട്ട്, VIP ഗസ്റ്റ് ആയിട്ട്. അല്ല, ഇതൊക്കെ ഞാൻ എന്തിനാ ഒരു ജോലിക്കാരിയോട് പറയുന്നത്? മൈ ബാഡ്. നീ ഒരു പുളിങ്കൊമ്പ് എക്സ്പെക്ട് ചെയ്തിട്ട് അത് പിടിച്ചിട്ട് കിട്ടിയില്ലല്ലേ? ദേ, അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. എന്റെ വഴിന്ന് മാറ്. എനിക്ക് പൂക്കളത്തിന് സമയമായി. നിന്റെ വഴിയിൽ എന്നും ഒരു തടസ്സമായിട്ട് ഈ ഐശ്വര്യലക്ഷ്മി കാണും. നീ ആരെ ഇംപ്രസ് ചെയ്യാൻ എത്ര ഓടി നടന്നാലും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്ന പൂക്കള മത്സരത്തിൽ നിനക്ക് സമ്മാനവും കിട്ടാൻ പോകുന്നില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. എനിക്ക് നിന്റെ അനുവാദം വേണ്ടെങ്കിലോ? പൂക്കളം തീർത്താലല്ലേ നിനക്ക് സമ്മാനത്തിന് അർഹതയുണ്ടാവൂ. അതിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നിന്റെ പ്രവർത്തികൾക്കെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു പ്രതിഫലം തരുന്നുണ്ട്. ഈ പൂക്കളം തീർക്കുന്നതില് നീ വല്ല തടസ്സം ഉണ്ടാക്കിയ പിന്നെ ഓണം ആണെന്നോ ഈ പൂക്കളൊക്കെ പൂക്കളം തീർക്കാനുള്ളതാണെന്നോ ഞാനങ്ങ് മറക്കും. ഇത് വെച്ച് നല്ല സുന്ദരമായൊരു റീത്തുണ്ടാക്കി ചത്തു മലച്ചു കിടക്കുന്ന നിന്റെ നെഞ്ചത്ത് വയ്ക്കും. നീ എന്റെ ചേച്ചിയാണെന്നും ജയിലിൽ കിടക്കുന്ന ശിവദാസനും സംസാരശേഷിയില്ലാത്ത സീത എന്ന് പറയുന്നവര് എന്റെയും നിന്റെയും അമ്മയാണെന്നും രമാദേവി അറിഞ്ഞ അവര് തന്നെ നിന്റെ പുലകുടി അടിയന്തരം നടത്തും. അതിന് നീ ഉരുമ്പെട്ട് നിന്നോ? ഈ മുല്ലപ്പൂ എങ്ങനെയെങ്കിലും എൻ്റെ ചിന്നുവിന് കൊടുക്കണം. മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന എൻ്റെ ചിന്നുവിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ കൊടുത്താൽ ചിന്നു വാങ്ങുമെന്ന് തോന്നുന്നില്ല. ചിന്നു, ചിന്നു നിക്ക്. എന്താ ഇത്? നീ എന്താ എന്നോട് ഇങ്ങനെ? മൈസാറെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ദേ, പാവൻ ചന്ദ്രമ്മ അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ.